Hello everyone. എൻ്റെ പേര് Aiben ജോർജ്. ഞാൻ കൊച്ചിയിൽ നിന്നാണ് വന്നത്. ചേരാനല്ലൂർ കടപ്പള്ളി ഭാഗത്താണ് എൻ്റെ വീട്. ഞാനിപ്പോ IPM തേർഡ് ഇയർ സ്റ്റുഡന്റ് ആണ്. എൻ്റെ 5-year കോഴ്സിലെ തേർഡ് ഇയർ സ്റ്റുഡന്റ് ആണ് ഞാൻ. ആൻഡ് കറന്റ്ലി ഞാൻ എൻ്റെ തേർഡ് ഇയറിന്റെ എൻഡിലാണ്. സോ ലൈക്ക് ഐ എം ഗോയിങ് ടു മൂവ് ഓൺ ടു മൈ PGP. അതെന്ന് വെച്ചാൽ IPM എന്ന് പറഞ്ഞ കോഴ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി 5 years-ന്റെ 3 years അണ്ടർ ഗ്രാജുവേറ്റും അവസാനത്തെ 2 വർഷം പോസ്റ്റ് ഗ്രാജുവേറ്റും ആണ്. അപ്പൊ നിങ്ങൾക്ക് എസെൻഷ്യലി പാസ് ഔട്ട് ചെയ്യുമ്പോൾ 2 ഡിഗ്രി കിട്ടും. സോ ആ 2 ഡിഗ്രിയിൽ ഫസ്റ്റ് അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി എന്റെ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഈ നെക്സ്റ്റ് മന്തോടെ അവസാനിക്കും. സോ അതാണ് അതിനെ കുറിച്ചുള്ള ബേസിക് ഇൻഫർമേഷൻ. അതാണ് ഞാൻ പഠിക്കുന്നത് IIM ഇൻഡോറിലാണ്. ഇപ്പോ IPM എന്ന കോഴ്സ് കുറെ സ്ഥലത്ത് വന്നിട്ടുണ്ട്. മൾട്ടിപ്പിൾ IIMസിൽ ഇപ്പോ IPM എന്ന് പറഞ്ഞ കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. ബട്ട് ഏറ്റവും ഫസ്റ്റ് തുടങ്ങിയത് ഇൻഡോറിൽ തന്നെയാണ്. ഞങ്ങളുടെ IPMAT എന്ന് പറഞ്ഞ എക്സാം തന്നെയാണ് ഏറ്റവും നേരത്തെ തൊട്ടുള്ളത്. കുറെ IPM കോഴ്സസ് വെച്ചാൽ പുറത്തുള്ള വേറെ IIMs അവരെല്ലാരും IPMAT എന്ന് പറഞ്ഞ IIM ഇൻഡോറിന്റെ എക്സാം തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത് കുറെ ടൈംസിലും. ചിലവർക്ക് ഇൻഡിവിജ്വൽ എക്സാംസ് ഉണ്ട്, ചിലവർ മെയിൻ സമയത്തും ഈ IPMAT എന്ന് പറഞ്ഞ എക്സാം തന്നെ കൺസിഡർ ചെയ്യുന്നത്. സോ എന്റെ എന്റെ IPMATല് എന്റെ എക്സാം നടന്നത് ഐ തിങ്ക് ഇറ്റ് വാസ് ഇൻ 2019. ഞാൻ 2019 ബാച്ചാണ്. From that time ഞാൻ I was preparing for JE. ഞാനൊരു +10th കഴിഞ്ഞിട്ട് +1 +2 സമയത്ത് ഞാൻ JEക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. കോച്ചിങ് ഞാൻ പോകുമായിരുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഫുൾ JE ഫോക്കസ്ഡ് ആയിരുന്നു എന്റെ പ്രിപ്പറേഷൻ. അപ്പോ JE എഴുതുന്ന സമയത്ത് ഐ തോട്ട് ഞാനൊന്ന് ഈ IPMAT എന്ന് പറഞ്ഞ എക്സാം എന്റെ ന്യൂസ് പേപ്പറിൽ ഞാൻ കണ്ടു. സോ അതിനുകൊണ്ട് രജിസ്റ്റർ ചെയ്യാം. IIM ഇൻഡോറിലെ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം. അത് ഓൾറെഡി ഇപ്പോ ഞങ്ങളുടെ ഒരു 2-3 ബാച്ച് പാസ് ഔട്ട് ആയിട്ടുണ്ട് ഓൾറെഡി. സോ അത് നല്ല പ്രോസ്പെക്ട്സ് ഒക്കെ കണ്ട് പേപ്പറിലൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോ അങ്ങനെ ഞാൻ അറിഞ്ഞത്. അപ്പോ ഞാൻ IPMAT കൂടി എഴുതി. അപ്പോ JE ബേസ്ഡ് പേപ്പർ ആയതുകൊണ്ട് മാത്സ് JE ബേസ്ഡ് തന്നെയായിരുന്നു. പിന്നെ കോമൺ ഇംഗ്ലീഷും ആയിരുന്നു. ഇംഗ്ലീഷ് ബേസ്ഡ് ഓൺ നിങ്ങളുടെ റീഡിങ് അബിലിറ്റിയും കാര്യങ്ങളും. പിന്നെ +2 ഇംഗ്ലീഷും ഇഫ് യു ആർ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഇംഗ്ലീഷ് അബിലിറ്റി അത്യാവശ്യം കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ആർക്കും ഈ IPMAT എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങളുടെ മാത്സിന്റെ സ്പീഡും ആക്യുറസിയാണ് ഇമ്പോർട്ടന്റ്. സോ JE പോലെ തന്നെ എന്റെ പ്രിപ്പറേഷൻ സെപ്പറേറ്റ് IPMAT ഉണ്ടായിരുന്നില്ല. ഞാൻ JEക്ക് വേണ്ടി തന്നെ പ്രിപ്പയർ ചെയ്തത്. അപ്പോ IIT JEയുടെ പ്രിപ്പറേഷൻ്റെ ഒപ്പം തന്നെ ഞാനാണ് ഇത് എഴുതിയത്. ഇംഗ്ലീഷ് പിന്നെ ഞാൻ നല്ലോണം വായിക്കുമായിരുന്നു. സോ എനിക്കൊരു നല്ല റീഡിങ് ഹാബിറ്റ് ഉണ്ടായിരുന്നു. ഞാൻ ന്യൂസ് പേപ്പർ ഒന്നും ആയിരുന്നില്ല, കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ബുക്സ് കുറെ വായിക്കുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്റെ അത്യാവശ്യം കോംപ്രിഹെൻഷനും റീസണിങ്ങും റീഡിങ് സ്കിൽസ് ഒക്കെ അത്യാവശ്യമുള്ള കാരണം എനിക്ക് ഇംഗ്ലീഷ് സെക്ഷൻ ആയിരുന്നു എനിക്ക് ഏറ്റവും ഈസിയർ. പിന്നെ മാത്സ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ IIT JEയുടെ പോർഷൻസ് ആയിരുന്നു കൂടുതൽ. ഇത് 2 years ബാക്ക് ആണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്റെ 3 years ബാക്ക് ആണ് ആക്ച്വലി 2019. അപ്പോ അതെല്ലാം കഴിഞ്ഞിട്ട് കോവിഡ് വന്നു. അപ്പോ കോവിഡ് കഴിഞ്ഞ് പിന്നെ ഒരു ടൈം ഉണ്ടായിരുന്നു. അപ്പോ ഈ 2020 ബാച്ചിലും 2021 ബാച്ചിലും അവരുടെ എക്സാം പാറ്റേൺസ് എല്ലാം ഡിഫറെന്റ് ആയിരുന്നു. ദർ വാസ് സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ഇൻ ദ സെൻസ് ദാറ്റ് അവരോട് ഇപ്പൊ എന്റെ പ്രോസസ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നു ആദ്യം. ആ എക്സാം കഴിഞ്ഞിട്ട് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഇന്റർവ്യൂവിന്റെ ടൈമിൽ ഒരു റിട്ടൺ അബിലിറ്റി ടെസ്റ്റ് ഉണ്ടായിരുന്നു. സോ ഈ 3 കാര്യം ബേസ് ചെയ്തായിരുന്നു ഞങ്ങളുടെ അഡ്മിഷൻ. സോ ഇപ്പോ നേരത്തെ ഉണ്ടായ പാറ്റേൺ, അത് കഴിഞ്ഞിട്ടുണ്ടായ പാറ്റേൺ എന്ന് പറഞ്ഞാൽ എക്സാം ഉണ്ടാവും. അത് ഓൺലൈൻ എക്സാം ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് അവരോടൊരു ഇന്റർവ്യൂവിന് പകരം ഒരു വീഡിയോ സെൻഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ റെക്കോർഡ് ചെയ്ത് വീഡിയോ സെൻഡ് ചെയ്യാം. സോ എന്റെ പാറ്റേണിന്റെ അധികം നോളജ് ഇപ്പോൾ വലിയ യൂസ് ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ ഈ 2 വർഷത്തോടെ പാറ്റേൺ നല്ലോണം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പ്രാവശ്യം എന്തായാലും അതിനെക്കാട്ടും വ്യത്യാസം ഉണ്ടാവും. മോസ്റ്റ്ലി ഇപ്പോ ഈ കോവിഡ് ഒക്കെ തിരിച്ചു പോണ കാരണം ഇനി വരുന്ന ഈ വർഷം തൊട്ട് മിക്കവാറും ഈ ഇന്റർവ്യൂ പാറ്റേൺ ഒക്കെ തിരിച്ചു വരും. ബിക്കോസ് അതൊരു വലിയൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. കുറെ പേര് എക്സാം ഒക്കെ എഴുതും, എന്നാലും ഇന്റർവ്യൂവിൽ വരുമ്പോഴായിരിക്കും അവരുടെ കുറെ കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യണത്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ ഇന്റർവ്യൂ ഫാക്ടർ വലിയൊരു ഒരു ഭാഗമാണ് ഈ ഇത്രയും നല്ല ക്വാളിറ്റി ഓഫ് സ്റ്റുഡൻസ് എൻഷുർ ചെയ്യാൻ IIMൽ. അപ്പോൾ ആ ഇന്റർവ്യൂ ഭാഗം പിന്നെയും വരും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരും ഇപ്പോൾ IPMAT നോക്കുന്ന ആൾക്കാർക്ക്. പിന്നെ സ്പെഷ്യാലിറ്റീസ് ഓഫ് IPM എന്ന് പറഞ്ഞാൽ ഇതുവരെയും വെച്ച് നോക്കുമ്പോൾ IPM ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് നല്ലൊരു എക്സ്പോഷർ വന്നു. കമ്പയർ ടു എന്റെ ഫ്രണ്ട്സും കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ 3 yearsൽ എനിക്കുണ്ടായിരിക്കുന്ന ഡിഫറൻസസും എനിക്കുണ്ടായിരിക്കുന്ന എക്സ്പീരിയൻസസും അത് ഒരിടത്തും വേറെ കിട്ടാൻ പറ്റാത്ത. അത് വെച്ച് പറഞ്ഞാല് എനിക്ക് കുറെ കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ
ലൈക്ക് ദ ഡിഫറെന്റ് പീപ്പിൾ യു മീറ്റ് ചെയ്യാറ് എന്ന് വെച്ചാൽ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്ന് ആൾക്കാരുണ്ട്. അപ്പോ അതിനൊപ്പം നമ്മൾ താമസിക്കേണ്ട ഒത്തുപോകേണ്ട ഒരു അവസരങ്ങൾ, പിന്നെ അവരായിട്ടുള്ള ഇന്ററാക്ഷൻസ്, അവരുടെ കാര്യങ്ങൾ, അവർക്ക് ഫ്യൂച്ചറിൽ എന്ത് ചെയ്യണം, ഇതെല്ലാം നമ്മളെയും ഒരു രീതിയിൽ മോൾഡ് ചെയ്യും. പിന്നെ ഇവിടുത്തെ പ്രൊഫസേഴ്സ് ഇവരെല്ലാം നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ്, നല്ല രീതിയിൽ എല്ലാവരും പഠിപ്പിക്കുക ചെയ്യും. പിന്നെ എക്സാംസ് എല്ലാം ഇവരുടെ തന്നെ പേപ്പേഴ്സും പ്രൊഫസേഴ്സും എക്സാംസ് എല്ലാം കിട്ടുന്നത്. പിന്നെ ആകെയുള്ളതെന്ന് പറഞ്ഞാൽ ലൈക്ക് ഇവിടെ റിപ്പീറ്റ് എക്സാം ഒന്നുമില്ല. ലൈക്ക് ഫസ്റ്റ് ഒരു എക്സാം എഴുതി നിങ്ങൾക്ക് അതിൽ ഗ്രേഡ് ബാഡ് ആണെങ്കിൽ പിന്നെ അത് ഇമ്പ്രൂവ് ചെയ്യാൻ ഒരു സ്കോപ്പും ഇല്ല. അതുപോലെ തന്നെ ലൈക്ക് അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് സ്പെസിഫിക് ആയിട്ട്. അപ്പോ അതിലേക്ക് നമുക്ക് നേരത്തെ പിന്നെ വരാം. ഇനി എന്റെ +2 പ്രിപ്പറേഷൻ എന്ന് കൂടുതൽ പറഞ്ഞാല് ലൈക്ക് എന്റെ 10th 11th 12th ഞാൻ ജെയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു എന്റെ മെയിൻ ആയിട്ടുള്ള പ്രിപ്പറേഷൻ. അതിനപ്പുറത്തേക്ക് എനിക്ക് IPMAT സ്പെസിഫിക് ആയിട്ട് പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നില്ല. ഈ ഇന്റർവ്യൂവിന് മുമ്പ്, എന്റെ എക്സാം ക്വാളിഫൈ കഴിഞ്ഞ ഇന്റർവ്യൂവിന് മുമ്പ് ഞാനൊന്ന് കുറച്ച് ഇന്റർവ്യൂ ടോപ്പിക്സ് ഒക്കെ റീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് ജനറൽ ന്യൂസും കാര്യങ്ങളും വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇന്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്തത്. പിന്നെ അതിന് വേണ്ടി ഒരു ബുക്കും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്റർവ്യൂ പ്രിപ്പറേഷൻ അത്ര ഉണ്ടായിരുന്നു. അതല്ലാണ്ട് സ്പെസിഫിക് ആയിട്ട് IPMAT പ്രിപ്പറേഷന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു, ബിക്കോസ് ഓൾറെഡി ഞാൻ JEE സ്റ്റുഡന്റ് ആയിരുന്നു. ഓക്കെ, സോ ടോക്കിംഗ് അബൌട്ട് ഡിഫറെന്റ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ എന്റെ കോളേജിൽ തന്നെ ലൈക്ക് കുറെ ആക്ടിവിറ്റീസും കാര്യങ്ങളും, ലൈക്ക് ഫോർ എക്സാമ്പിൾ ഈ അടുത്ത് തന്നെയാണ് ഞങ്ങളുടെ അത്തർ എന്ന് പറഞ്ഞ ഇന്ത്യയുടെ ലാർജസ്റ്റ് സെൻട്രൽ ഇന്ത്യസ് ലാർജസ്റ്റ് ഫെസ്റ്റ്. അപ്പോൾ അതിന്റെ ഒരു കോർഡിനേറ്റർ ആയിരുന്നു ഞാൻ. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ സക്സസ്ഫുള്ളി ഓൺലൈൻ സിനാരിയോയിലാണെങ്കിലും ഞങ്ങൾ നടത്തി. അപ്പോ അതുപോലെ തന്നെ ഇവിടുത്തെ കുറെ ആക്ടിവിറ്റീസും കാര്യങ്ങളും കുറെ എല്ലാം സ്റ്റുഡന്റ് റൺ ഇനീഷ്യേറ്റീവ്സ് ആണ്. ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ സ്റ്റുഡന്റ് ബോഡിയും കാര്യങ്ങളും. അപ്പൊ ഇതിനെല്ലാം കുറെ സെലക്ഷൻ പ്രോസസ് ഉണ്ട്. പിന്നെ ഇവിടെ ലൈക്ക് മോർ ദാൻ ദ മാർക്സ്, നിങ്ങൾ എന്ത് എക്സ്ട്രാ ചെയ്യുന്നു, പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലൈക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടോ, ഇതെല്ലാം അല്ലെങ്കിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലമാണ്. സോ നിങ്ങളുടെ അക്കാഡമിക്സിനപ്പുറത്തേക്ക് അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. ആവശ്യത്തിനധികം സ്പോർട്സ് ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫോർ സ്റ്റുഡൻസ് എൻജോയ്മെന്റ്. ഇങ്ങനത്തെ സ്വിമ്മിംഗ് പൂൾ, ടേബിൾ ടെന്നീസ്, ഞങ്ങൾക്ക് ഒരു 200 acre ക്യാമ്പസ് ആണ്. എല്ലാം ക്യാമ്പസിനകത്ത് തന്നെയുണ്ട്. ലൈക്ക് എല്ലാം എന്ന് വെച്ചാല് എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളും, ലൈക്ക് നിങ്ങൾ ക്യാമ്പസിന് പുറത്തേക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല. നല്ല ബ്യൂട്ടി, കാണാൻ നല്ല ഭംഗിയാണ്, എല്ലാം നല്ല ക്ലീൻ ആയിട്ടൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഫെസിലിറ്റീസിലെല്ലാം ഇതുവരെ ക്യാമ്പസ് ടോപ്പ് നോച്ച് ആണ്. അതനുസരിച്ച് ഫീസും ഉണ്ട്. സോ ഞാൻ ലൈക്ക് ഞാൻ എന്റെ ഹോൾ പ്രോഗ്രാം തന്നെ ലോണിലാണ്. സോ IIM പോലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് വേറെ കൊളാറ്ററൽ ഒന്നും ഇല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് ഈസിലി ലോണൊക്കെ അവൈലബിൾ ആണ്. ലൈക്ക് പിന്നെ എക്സാം പാറ്റേൺ, എന്റെ ബേസിക്കലി എക്സാം പാറ്റേൺ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് അബിലിറ്റി ടെസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു ഇംഗ്ലീഷ് സെക്ഷൻ ഉണ്ടായിരുന്നു. സോ മാത്സ് സെക്ഷനും ഇംഗ്ലീഷ് ആയിരുന്നു മെയിൻ ആയിട്ട് രണ്ടിത്. മാത്സിൽ ബേസിക്കലി 1 section വാസ് ജനറൽ മാത്സിന്, ഒരു സെക്ഷൻ നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് പോലത്തെ, പിന്നെ 3rd section എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ നിങ്ങളുടെ കോംപ്രിഹെൻഷൻസ്, പാസേജ്, അങ്ങനത്തെ ബേസിക് ഇംഗ്ലീഷ്. അപ്പോൾ ഇതിലെല്ലാം സ്പീഡായിരുന്നു ഇമ്പോർട്ടന്റ്. അപ്പോൾ അതുപോലെ തന്നെ ഇംഗ്ലീഷ് സെക്ഷനിലും അതുപോലെ തന്നെ. പിന്നെ മാത്സിലാണെങ്കിലും നല്ല ആക്യുറസിയും വേണം, കാര്യങ്ങൾ സ്പീഡും. സോ JEE പ്രിപ്പറേഷന്റെ ഒപ്പം തന്നെ നിങ്ങളുടെ മാത്സിന്റെ പ്രിപ്പറേഷൻ നടന്നോളൂ, ലൈക്ക് ഓൾമോസ്റ്റ് പാരലൽ, അതിന് ഇഷ്യൂ ഇല്ല. ഇംഗ്ലീഷ് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് റീഡിംഗ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യാൻ ഞാൻ പറയുന്നത്. അപ്പൊ അതിനുവേണ്ടി കുറച്ച് പാസേജ് ഒക്കെ വായിക്കുക, ക്വസ്റ്റ്യൻസ് ചെയ്യുക. അപ്പൊ അങ്ങനത്തെ ഒരു സിസ്റ്റമേ ഞാൻ പ്രപ്പോസ് ചെയ്യുള്ളൂ, ലൈക്ക് ബിഫോർ ദി എക്സാം. ഇനി ലൈക്ക് അതർ എക്സാംസിന്റെ ഒപ്പം എങ്ങനെ ബാലൻസ് ചെയ്യുമെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ JEE ഉള്ളത് കാരണം തന്നെയാണ് ലൈക്ക് അതുകൊണ്ട് ഞാൻ ഇത് എഴുതിയത്. അപ്പോ സോ എന്റെ വേറെ പ്രത്യേകിച്ച് അങ്ങനെ ബാലൻസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്റെ എല്ലാ എക്സാമും എഞ്ചിനീയറിംഗ് ബേസ്ഡ് ആയിരുന്നു. JEE എഞ്ചിനീയറിംഗ് ബേസ്ഡ് ആയിരുന്നു. ലൈക്ക് കുസാറ്റ്, JEE, പിന്നെ ലൈക്ക് കേരള കീം, ഇതുപോലത്തെ എഞ്ചിനീയറിംഗ് ബേസ്ഡ് എക്സാംസിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിനായിട്ട് പാരലായിട്ട് തന്നെ ഞാൻ ഈ എക്സാം എഴുതിയത്. സോ ഇതിനായിട്ട് സ്പെഷ്യൽ പ്രിപ്പറേഷൻ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. ലൈക്ക് പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റും കാര്യങ്ങളും എപ്പോഴും ചെയ്യണം നല്ലതാണ്. കുറെ ഇയേഴ്സിലെ പ്രാക്ടീസ് പേപ്പേഴ്സ് എന്തായാലും നിങ്ങൾ ചെയ്യാൻ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എക്സാമിന് മുമ്പ്. അപ്പോൾ നിങ്ങൾ എന്തായാലും അറ്റ്ലീസ്റ്റ് ഒരു 5-10 ഇയേഴ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നിങ്ങൾ ചെയ്യണം. IPMAT ഇപ്പൊ കുറെ വർഷമായിട്ട് ഉണ്ട്. സോ IPMATന്റെ പേപ്പേഴ്സ് എടുത്ത് തന്നെ നിങ്ങൾ ചെയ്യണം. പിന്നെ എല്ലാ സെക്ഷൻ, പിന്നെ എന്താ പറയാ, എന്റെ ഇന്റർവ്യൂ ലൈക്ക് കമ്പാരിറ്റീവ്ലി എല്ലാം വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം എളുപ്പമായിരുന്നു. ലൈക്ക് ആസ്ക് മീ തിങ്സ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് എന്റെ കാര്യങ്ങളെല്ലാം ഈസി ആയിരുന്നു. അവര് ഫസ്റ്റ് ബേസിക്കലി നിങ്ങളുടെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ടെസ്റ്റ് ചെയ്യാൻ കുറച്ച് ഫിസിക്സും മാത്സും കാര്യങ്ങളും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിക്കും. സോ ബേസിക്കലി ബേസ്ഡ് ഓൺ യുവർ ഇൻട്രസ്റ്റ് നിങ്ങളുടെ ഇന്റർവ്യൂവിൽ അവരങ്ങനെ കുറെ കാര്യങ്ങൾ അതിനെക്കുറിച്ച് ചോദിക്കും.
ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്യും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ റീഡിംഗ് എന്ന് പറഞ്ഞാൽ അവര് നിങ്ങൾ എന്ത് റീഡ് ചെയ്യും, ഇന്ന ബുക്ക് നിങ്ങൾക്ക് അറിയാമോ, ഈ ഓത്തർ ലേറ്റസ്റ്റ് ആയിട്ട് ചിലപ്പോൾ വല്ല പുതിയ ബുക്ക് ഇറങ്ങിയിട്ടുണ്ടാവും, അതിന്റെ പേര് നിങ്ങൾക്ക് അറിയാമോ, അങ്ങനത്തെ കാര്യങ്ങൾ. സോ ബേസിക്കലി ഹാവ് എ ഗുഡ് സോളിഡ് ഫൗണ്ടേഷൻ ഓൺ വാട്ട് എവർ യു ആർ ഇൻട്രസ്റ്റഡ്. അപ്പോ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ജനറൽ ന്യൂസും കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ലൈക്ക് ദേ ആസ്ക്ഡ് മീ ടു ടോക്ക് അബൌട്ട് ISR. ഞാൻ പറഞ്ഞു എനിക്ക് സ്പേസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്, അപ്പൊ can you give a 1 minute talk about ISR എന്ന് പറഞ്ഞ ഇന്റർവ്യൂ. സോ എനിക്കൊരു 30 seconds പ്രിപ്പറേഷൻ ടൈം തന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 1/2 minute, അത് കഴിഞ്ഞിട്ട് ഒരു 1 minute സംസാരിക്കാനും ഉണ്ടായിരുന്നു. സോ പിന്നെ ലൈക്ക് ജനറൽ ക്വസ്റ്റ്യൻസും മാത്സും ഇംഗ്ലീഷ് ഒക്കെ തന്നെയായിരുന്നു എന്റെ കാര്യങ്ങൾ. അവരെന്റെ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചു ഇന്റർവ്യൂവിൽ. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഐ തിങ്ക് എവറിഥിങ് വാസ് ഓൾസോ ഫൈൻ. എന്റെ ഇന്റർവ്യൂ അത്രയും സ്ട്രെസ്ഫുൾ ഒന്നായിരുന്നില്ല കമ്പാരിറ്റീവ്ലി. ലൈക്ക് പിന്നെ ജനറൽ നോളജും ലൈക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ. സോ IPM എന്നെ തന്നെ ഞാനിപ്പോ എന്തായിരിക്കുന്നു അതെല്ലാം IPM കാരണം തന്നെയാണ്. ലൈക്ക് എന്നെ കുറെ ഓപ്പർച്യൂണിറ്റീസും ലൈക്ക് ഇവിടെ മണ്ണെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ സ്ഥലം തരുന്ന ഓപ്പർച്യൂണിറ്റീസ് ആണ് ഏറ്റവും ബെസ്റ്റ്. ആർക്ക് വേണമെങ്കിലും ലൈക്ക് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ സംതിങ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിന് ഫുൾ സപ്പോർട്ടും ഫെസിലിറ്റീസും ഈ കോളേജിലുണ്ട്. സോ അതാണ് ഇവിടുത്തെ മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യങ്ങൾ. സോ അപ്പാർട്ട് ജസ്റ്റ് ഫ്രം യുവർ അക്കാഡ്സ് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇവിടുന്ന് കുറെ ഓണ്ടർപ്രണേഴ്സ് വരാറുണ്ട്, കുറെ ബിസിനസ് ഐഡിയാസ് വരാറുണ്ട്. ഇതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്ത് കുറെ വലിയ സ്ഥലങ്ങളിൽ എത്തുന്ന ആൾക്കാരുണ്ട്. ഞങ്ങളുടെ കുറെ അലൂമിനൈ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ വെച്ച് നോക്കുമ്പോൾ ക്യാമ്പസ് ഇസ് എ വെരി ഗുഡ് പ്ലേസ് ആൻഡ് പ്രൊവൈഡ്സ് എ വെരി ഗുഡ് എൻവയൺമെന്റ് ഫോർ യുവർ സ്റ്റഡീസ്. പിന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലാണ് നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ്. സോ എനിക്ക് നിങ്ങളെല്ലാവരെയും ഇവിടെ കാണാൻ താല്പര്യമുണ്ട്. വരുന്ന എല്ലാവരും ലൈക്ക് യു ഷുഡ് ട്രൈ യുവർ ബെസ്റ്റ്, ഗിവ് ഇറ്റ് യുവർ ബെസ്റ്റ്. ലൈക്ക് നിങ്ങൾ ഫുൾ എഫേർട്ട് ഇടണം എക്സാമിന് വേണ്ടി. എന്നിട്ട് ലൈക്ക് ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. നിങ്ങളുടെ എഫേർട്ട് വിൽ പേ ഓഫ് ആൻഡ് ഹോപ്പ്ഫുള്ളി ഐ ഗെറ്റ് ടു സീ യു ഓൾ ഇൻ പേഴ്സൺ. So thank you for listening to me and have a nice day.